ബാല്യകാലവും യൗവനവും വാർദ്ധക്യവും ഒറ്റപ്പെടലുകൾ കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ശങ്കരിക്ക് വലിയ ആഗ്രഹമായിരുന്നു താൻ ചെറുപ്പം മുതലേ കേട്ട കഥകളിലെ കുട്ടിച്ചാത്തനെ നേരിട്ട് കാണാൻ. പട്ടണങ്ങളിൽ നിന്നും ഏറെ ദൂരം സഞ്ചരിച്ചായിരുന്നു ദേശമെന്ന ശങ്കരിയുടെ ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. കാടുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ ദേശത്തിലെ അതിരുകാക്കുന്ന ഗ്രാമദേവൻ കൂടിയായിരുന്നു കുട്ടിച്ചാത്തൻ. ഉറങ്ങും മുന്നേ തൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത കഥകൾ ഏകദേശമൊക്കെ ശങ്കരി മറന്നു പോയിരിക്കുന്നു. എന്നാലും ഈ ഗ്രാമവും ഈ ഗ്രാമത്തിലെ പാരമ്പര്യവും ഇവിടെയുള്ള ജനങ്ങളെയും മൃഗങ്ങളെയും സംരക്ഷിക്കാൻ ചാത്തൻ സഹിച്ച വലിയ ചില കാര്യങ്ങളായിരുന്നു എന്നും ഉറങ്ങും മുമ്പേ ശങ്കരി കേട്ടിരുന്നത്. വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിൽ കാലങ്ങൾ കഴിച്ച ശങ്കരി മുത്തശ്ശിക്ക് വലിയ ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞ ചാത്തൻ കുന്നിലെ ഏതോ ഒരു വലിയ വൃക്ഷത്തിൽ അടച്ചുവെച്ച കുട്ടിച്ചാത്തനെ കാണാനായി കൊടും കാടിനുള്ളിലേക്ക് പോകുന്നു. ചാത്തനെ നേരിട്ട് കാണുമ്പോൾ കൊടുക്കാനായി കയ്യിൽ ചാത്തന് ഏറെ പ്രിയപ്പെട്ട കൂവ കുതിർത്തതും ശർക്കരയും തൻ്റെ തോളിലെ ഒരു ഭാണ്ഡക്കെട്ടിൽ കരുതുന്നു. അങ്ങനെ ചാത്തൻ കുന്നിലെ ലക്ഷ്യമാക്കി നടക്കുന്നു. ഒരുപാട് വഴിദൂരം ഏറെയാണ് കുന്നിൻ മുകളിലേക്ക്. മനുഷ്യരാരും അങ്ങനെ ഇങ്ങനെ പോവാത്ത വഴിയായിരുന്നു ചാത്തൻ കുന്നിലേക്ക്. ചാത്തൻ കുന്നിലേക്ക് എത്താൻ ശങ്കരിക്ക് മുന്നിൽ 3 അടയാളങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 അടയാളങ്ങളും ലക്ഷ്യം വെച്ച് പതിയെ പതിയെ നടന്നു നീങ്ങാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ മുത്തശ്ശിയുടെ കണ്ണുകൾ ആ അടയാളങ്ങളെ തിരയുകയായിരുന്നു. നടന്ന് ഏകദേശം ഇരുട്ടാൻ തുടങ്ങി. പതിയെ ഒരു മരത്തിന് താഴെയായി ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് മനസ്സിലേക്ക് പണ്ട് ചാത്തനെ പിടിക്കാൻ പോയ തൻ്റെ അച്ഛൻ്റെ ആ കഥയും അച്ഛൻ പോകുന്ന വഴിയെ കണ്ട ആ 3 അടയാളത്തെയും മനസ്സിൽ സ്വപ്നമായി കണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 500 വർഷങ്ങൾക്ക് മുന്നേ ഈ വനത്തിൽ വന്ന ഒരു ദുർമന്ത്രവാദിനിയായിരുന്നു പഞ്ചാഗ്നി. അന്ന് അവർ ഈ ദേശത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ കയ്യിലെ ആ വലിയ ഭാണ്ഡക്കെട്ടിൽ ഒരു ചില്ലുകുപ്പി ഉണ്ടായിരുന്നു. ആ ചില്ലുകുപ്പിക്കുള്ളിൽ അനങ്ങി കളിക്കുന്ന ഒരു ചിത്രശലഭം പോലെ ഒരു രൂപം. സൂക്ഷിച്ചു നോക്കിയാൽ ആ കുപ്പിക്കുള്ളിലെ ആ രൂപത്തിന് ചെറിയ 2 കൊമ്പും ഒരു കുഞ്ഞുവാലും ഒരു കറുത്ത നിറവും ഉണ്ടായിരുന്നു. പഞ്ചാഗ്നിയുടെ കയ്യിലുള്ളത് കുട്ടിച്ചാത്തനാണെന്ന് ആ ഗ്രാമത്തിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു. കേട്ടറിഞ്ഞ ഉടനെ തന്നെ അവരെല്ലാവരും ആ ഒരു കുട്ടിച്ചാത്തനെ കാണാനായി പല രാജ്യങ്ങളിൽ നിന്നും വരെ ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തി. ഈ വിവരം അവിടെ കൊട്ടാരത്തിലും അറിഞ്ഞു. അന്നത്തെ നാടുവാഴിയായിരുന്ന മാർത്താണ്ഡൻ തമ്പുരാൻ ഈ മന്ത്രവാദിനിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. തൻ്റെ കയ്യിലെ കുപ്പിയിലെ കുട്ടിച്ചാത്തനെ തനിക്ക് നൽകാൻ ആജ്ഞാപിച്ചു. അന്ത്യ ശാസനവും നൽകി. എന്നാൽ പഞ്ചാഗ്നി അതിനൊന്നും സമ്മതിച്ചില്ല. അതിനെനിക്ക് അനുവാദമില്ലെന്ന് പറഞ്ഞ് പഞ്ചാഗ്നി അവിടെ നിന്നും അറിയിപ്പില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് പുറകിൽ നിന്നും ഏറ്റ കുന്തം കൊണ്ടുള്ള കുത്തിൽ അവൾ അവിടെ നിലത്ത് വീണു. എന്നാൽ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭാണ്ഡക്കെട്ടിൽ കുപ്പിയിലുള്ള കുട്ടിച്ചാത്തനെ അവൾ കണ്ണടയ്ക്കും മുന്നേ സ്വതന്ത്രനാക്കിയിരുന്നു. ഒപ്പം ആ ദേശത്തിനും ആ രാജകുടുംബത്തിനും തീരാശാപവും നൽകി. നിന്റെ തലമുറയിൽ ജനിക്കുന്ന ഓരോ അവകാശികളും ചാത്തനാൽ കൊല്ലപ്പെടും എന്നായിരുന്നു ആ ശാപം. ചാത്തനില്ലാത്ത ഒഴിഞ്ഞ കുപ്പി നോക്കി നിൽക്കാൻ മാത്രമേ ആ തമ്പുരാന് കഴിഞ്ഞുള്ളൂ. ചേതനയറ്റി കിടക്കുന്ന ആ പഞ്ചാഗ്നിയുടെ ശരീരത്തെ ഉൾക്കാട്ടിലുള്ള ഒരു മരത്തിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു. ദിവസങ്ങളുടെ പഴക്കത്തിൽ പഞ്ചാഗ്നിയുടെ മൃതദേഹം അഴുകാൻ തുടങ്ങി. ശരീരഭാഗങ്ങൾ ഓരോന്നായി കഴുകന്മാർ കൊത്തിവലിച്ചു. പതിയെ പതിയെ അതൊരു അസ്ഥിക്കൂടമായി മാറി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അസ്ഥികളും ഓരോന്നായി കൊഴിയാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അന്ന് സ്വതന്ത്രനായ കുട്ടിച്ചാത്തൻ ആ ഭാഗത്തേക്ക് വരുന്നത്. തൻ്റെ യജമാനിയുടെ അവസ്ഥ കണ്ട് കോപം തോന്നിയ ചാത്തൻ പിന്നീട് ഓരോ രാത്രികളിലായി ഓരോരുത്തരെയായി വധിക്കാൻ ആരംഭിച്ചു. കാടിനുള്ളിൽ മറഞ്ഞിരുന്നും കൊട്ടാരത്തിലെ മച്ചിൽ കയറിയിരുന്നും 73 രാത്രികളിൽ 73 പേരെ അതിക്രൂരമായി വധിച്ചു. ചാത്തൻ്റെ ഈ ദുർനടപ്പും രാജ്യത്ത് മരണവും ഏറി വന്നപ്പോൾ തഞ്ചാവൂരിൽ നിന്നും ഹരിഹര സിദ്ധന്മാരായ 5 ബ്രാഹ്മണരെ ദേശത്തിലേക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ചാത്തനെ കൊടുക്കാനായി മന്ത്രങ്ങളുടെ കൂടെ തന്ത്രങ്ങളും അവർ ആ ദേശത്ത് ഓരോ ഭാഗങ്ങളിലായി നൽകി. അതിലൊന്നായിരുന്നു ചാത്തനെ വിശക്കുമ്പോൾ പ്രസവിച്ച്
7 ദിവസം പൂർത്തിയായ എരുമപ്പാൽ കുടിക്കാൻ ഈ കുഞ്ഞു ചാത്തൻ തൊഴുത്തിലേക്ക് വരുമായിരുന്നു. ഈ കുഞ്ഞു ചാത്തൻ അകിടിൽ കയറി പാൽ കുടിച്ച് ചെറുമയക്കത്തിലേക്ക് വീഴുന്ന സമയം ചാത്തന്റെ കയ്യിലെ മന്ത്രവടി താഴെ വീഴുന്ന സമയത്ത് ആ മന്ത്രവാദിയെ അതെടുത്ത് ചാത്തനെ വരുതിക്ക് വരുത്താനുള്ള തിട്ടം അന്ന് ഫലം കണ്ടു. ഒടുവിൽ മന്ത്രവാദിയുടെ ബലത്തിൽ ചാത്തനെ വരുതിക്ക് വരുത്തി. കാടിനുള്ളിൽ തന്റെ യജമാനിയെ തളച്ച അതേ വലിയ മരത്തിലെ ഒരു ചെറിയ ദ്വാരത്തിനുള്ളിലേക്ക് ചാത്തനെ കുടിയിരുത്തി. അതിനുശേഷം ഈ ദേശത്തിനെ ദുരാത്മാക്കളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ദൗത്യവും ആജ്ഞയും നൽകി. മന്ത്രവടി കൈവശമുള്ള ആര് പറഞ്ഞാലും ചാത്തൻ അത് കേൾക്കുമായിരുന്നു. പിന്നീട് ആ മന്ത്രവാദി അവിടെ തന്നെയുള്ള ഒരു ഭാഗത്ത് മൺകുടത്തിൽ അടച്ചു വെച്ചു. അതൊരു ഭാഗത്തെ മണ്ണിൽ കുഴിച്ചിട്ടു. അതിനു മുകളിൽ ഒരു ചീതൽപുറ്റ് പണി കഴിപ്പിച്ചു. നാഗരാജാവിനെ അവിടെ കാവൽ നിർത്തി. പിന്നീട് ഈ മന്ത്രവടിയും ചാത്തനെയും ആരുടെ കയ്യിലും ലഭിക്കാതിരിക്കാൻ ആ ഭാഗങ്ങളെ മുഴുവൻ പ്രകൃതിയുടെ സഹായത്തോടെ മാറ്റിമറിച്ചു. എങ്കിലും ചരിത്രം എവിടെയെങ്കിലും എഴുതപ്പെടേണ്ടതുള്ളതുകൊണ്ട് വനത്തിലെ ആ തലമുറയിലെ ഇപ്പോഴുള്ള ശങ്കരിയുടെ പരമ്പരയിൽപ്പെട്ട ഒരു കാട്ടുമൂപ്പനെ ഒരു താളിയോലയിൽ എഴുതിയ 3 അടയാളങ്ങൾ ഏൽപ്പിച്ചു. അതിൽ അവസാനത്തെ അടയാളമായിരുന്നു 5 ദ്വാരങ്ങളുള്ള ചിതൽപുറ്റ്. രണ്ടാമത്തെ അടയാളമായിരുന്നു ഒരു തവളയുടെ ആകൃതിയിലുള്ള തവളപ്പാറ. എന്നാൽ അങ്ങോട്ട് എത്തും മുന്നേ ഉള്ള ആദ്യത്തെ അടയാളമായിരുന്നു വിലങ്ങ് പാറ. വളരെ ചെരിവുള്ള ഒരു പാറയായിരുന്നു അത്, ഒരു വിലങ്ങ് പോലെ. ആ വിലങ്ങ് മറികടക്കാൻ ആർക്കും സാധ്യമല്ല. മിനുസമുള്ള പാറയിലൂടെയുള്ള വിലങ്ങ് മറികടക്കുമ്പോൾ കാൽ വഴുതി നേരെ വീഴുന്നത് ആഴമേറെയുള്ള ഗർത്തത്തിലേക്കായിരുന്നു. അങ്ങനെ ഈ 3 അടയാളങ്ങളും എഴുതി തിട്ടപ്പെടുത്തിയ താളിയോലയിലെ കഥയും കാര്യങ്ങളും കേട്ട് വളർന്ന ശങ്കരി സ്വപ്നത്തിൽ നിന്നും പെട്ടെന്നുണർന്നപ്പോൾ നേരം പുലർന്നിരുന്നു. താൻ സ്വപ്നത്തിൽ കണ്ട കഥയും മുന്നോട്ട് നീങ്ങുമ്പോഴുള്ള ഈ 3 അടയാളങ്ങളും കണ്ടുപിടിക്കാൻ ആവുമോ എന്ന് തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ. അവിടെ നിന്ന് ഉണർന്ന് മുന്നോട്ട് പോകുമ്പോഴായിരുന്നു കുറച്ചകലെ ഒരു ആടുമാടുകൾ അമർന്നത് പോലെ കേട്ടത്. ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ചില കാട്ടുപോത്തുകൾ ഒരു ചെരിഞ്ഞ പാറ കടക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഓരോ മൃഗങ്ങൾ മറികടക്കാനാവാതെ താഴെയുള്ള വലിയ ഗർത്തത്തിലേക്ക് വീഴുന്ന കാഴ്ചയും ആ ശങ്കരി മുത്തശ്ശി കണ്ടു. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു ശങ്കരിക്ക് ഒരു കാര്യം മനസ്സിൽ തോന്നിയത്. അമ്മ പറഞ്ഞ താളിയോലയിലെ ആദ്യത്തെ അടയാളമായിരുന്നു വിലങ്ങുപാറ. ഇത് തന്നെയാണ് ആ വിലങ്ങുപാറ. എന്നാൽ മൃഗങ്ങൾക്ക് പോലും മറികടക്കാൻ പറ്റാത്ത ഈ വിലങ്ങ് എങ്ങനെ ഞാൻ മറികടക്കും എന്നായിരുന്നു ശങ്കരിയുടെ മനസ്സിൽ. ശങ്കരി മുത്തശ്ശി ആ മിനുസമുള്ള പാറയിലേക്ക് നോക്കി. കാലൊന്ന് തെറ്റിയാൽ താഴെ കാത്തിരിക്കുന്നത് അഗാധമായ അഗാധതയാണ്. ചുറ്റുമുള്ള കാട്ടുപോത്തുകൾ പോലും വഴുതി വീഴുന്ന ആ പാറയിലൂടെ തനിക്ക് നടക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തൻ്റെ പൂർവികർ പറഞ്ഞു തന്ന ആ കുട്ടിച്ചാത്തനെ ഒന്ന് നേരിൽ കാണണം. അവൾ പതുക്കെ തൻ്റെ തോൾസഞ്ചി തുറന്നു. അതിൽ കരുതിയിരുന്ന മധുരമുള്ള ശർക്കര പൊടി കയ്യിലെടുത്തു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ കാടിനോടായി പറഞ്ഞു, എൻ്റെ ചാത്ത, നീ മധുരം ഇഷ്ടപ്പെടുന്നവനല്ലേ? നിനക്കായി നിന്റെ അമ്മൂമ്മ കൊണ്ടുവന്നതാണ് ഇത്. എനിക്ക് വഴി കാണിച്ചു തരൂ. ശർക്കരപ്പൊടി പാറയിലേക്ക് വിതറിയതും ഒരു അത്ഭുതം സംഭവിച്ചു. വഴുക്കിലുള്ള ആ പാറയ്ക്ക് മുകളിൽ മണൽ വിരിച്ചതുപോലെ ഒരു പിടുത്തം മുത്തശ്ശിക്ക് അനുഭവപ്പെട്ടു. അദൃശ്യമായ ഏതോ കൈകൾ തൻ്റെ തോളിൽ പിടിച്ച് നടത്തുന്നത് പോലെ ശങ്കരിക്ക് തോന്നി. താഴേക്ക് നോക്കാതെ കണ്ണുകളടച്ച് ചാത്ത എന്ന് ജപിച്ചുകൊണ്ട് അവൾ ആ പാറ കടന്നു. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ആ ദൂരം അവൾ പിന്നിട്ടത് വെറും നിമിഷങ്ങൾ കൊണ്ടാണ്. വിലങ്ങുപാറ കഴിഞ്ഞപ്പോൾ കാട് കൂടുതൽ വന്യമായി. സൂര്യപ്രകാശം മണ്ണിൽ തൊടാത്ത അത്രയും കനത്ത മരങ്ങൾ. അവിടെയാണ് രണ്ടാമത്തെ അടയാളം, തവളപ്പാറ. സത്യത്തിൽ അതൊരു പാറയല്ല, പ്രകൃതി തീർത്ത ഒരു കെണിയാണ്. വായ തുറന്നു നിൽക്കുന്ന ഒരു കൂറ്റൻ തവളയുടെ രൂപം. അതിൻ്റെ വായ്ക്കുള്ളിലൂടെ വേണം അടുത്ത വഴിയിലേക്ക് കടക്കാൻ. ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് കേൾക്കുന്നത് ഭയാനകമായ മുരൾച്ചകളാണ്. മുത്തശ്ശി അകത്തേക്ക് കാലെടുത്ത് വെച്ചതും കണ്ടത് 100 കണക്കിന് വിഷപ്പാമ്പുകളെയാണ്. അവ ഗുഹയുടെ ചുവരുകളിലും തറയിലും കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു. മുത്തശ്ശി ശ്വാസം അടക്കി പിടിച്ചു. ഒരു നിമിഷം പാമ്പുകൾ അവൾക്ക് നേരെ ചീറ്റിയടുത്തു.
പക്ഷെ മുത്തശ്ശിയുടെ കണ്ണുകളിലെ ശാന്തത കണ്ടിട്ടാവാം അവ വഴി മാറിക്കൊടുത്തു. ആ ഇടുങ്ങിയ ഗുഹയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പുകൾക്കിടയിലൂടെ വസ്ത്രം പോലും പാറയിൽ തട്ടാതെ അവൾ പുറത്തെത്തി. പ്രകൃതി പോലും അവർക്ക് വഴിയൊരുക്കുകയായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങി. തളർച്ച കൊണ്ട് മുത്തശ്ശിയുടെ കാലുകൾ കുഴയുന്നുണ്ട്. ഒടുവിൽ അവൾ ആ വലിയ മരത്തിന് ചുവട്ടിലെത്തി. അവിടെയാണ് അവസാന അടയാളം. 5 ദ്വാരമുള്ള കൂറ്റൻ ചിതൽപുറ്റ്. ആ പുറ്റിന് മുകളിൽ ഒരു കൂറ്റൻ കരിമൂർഖൻ പത്തി വിടർത്തി നിൽപ്പുണ്ട്. അതായിരുന്നു ആ നാഗരാജാവ്, കാവൽക്കാരൻ. മുത്തശ്ശി പേടിച്ചില്ല. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൂവ കുറുക്കിയത് പതുക്കെ ഒരു ഇലയിൽ വിളമ്പി പുറ്റിന് മുന്നിൽ വെച്ചു. നീ വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇത് കഴിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എന്ന് ആ മുത്തശ്ശി പറഞ്ഞു. പെട്ടെന്ന് കാറ്റിൽ ഒരു മാറ്റം വന്നു. പുറ്റിന്റെ 5 ദ്വാരങ്ങളിലൂടെയും കറുത്ത പുകയുയർന്നു. നാഗരാജാവ് പതുക്കെ കാടിനുള്ളിലേക്ക് മറഞ്ഞു. പുറ്റിന്റെ ഒരു ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു വീണപ്പോൾ ഉള്ളിൽ നിന്ന് വെള്ളി വെളിച്ചം പുറത്തേക്ക് വന്നു. മണ്ണിനടിയിൽ നിന്ന് മുത്തശ്ശി ആ വസ്തു എടുത്തു. തിളങ്ങുന്ന കൊത്തുപണികളുള്ള ഒരു മന്ത്രവടി. അതായിരുന്നു 500 വർഷങ്ങളായി ലോകം തിരഞ്ഞുകൊണ്ടിരുന്ന ആ മാന്ത്രിക കോൽ. ആ വടി മുത്തശ്ശിയുടെ കയ്യിലിരുന്നപ്പോൾ കാട് മുഴുവൻ നിശബ്ദമായി. മുത്തശ്ശി ആ മന്ത്രവടി കയ്യിലെടുത്തു. ആ മരപ്പൊത്തിന് നേരെ നീട്ടി. പെട്ടെന്ന് ആ കാട് മുഴുവൻ ഒന്ന് വിറച്ചു. മരത്തിന്റെ ഇലകൾക്കിടയിൽ നിന്ന് ഒരു കറുത്ത രൂപം പതുക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. 2 കുഞ്ഞു കൊമ്പുകളും തീക്ഷ്ണമായ കണ്ണുകളും കറുത്ത നിറവുമുള്ള ഒരു ചെറിയ കുട്ടി. അതായിരുന്നു ചാത്തൻ. ചാത്തൻ മുത്തശ്ശിയെ നോക്കി ഗർജിച്ചു. ആരാണ് നീ? എന്റെ ഉറക്കം കെടുത്തിയവൾ ആരാണ്? ഈ മന്ത്രവടി കയ്യിലുള്ളവൻ പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പറയൂ, നിനക്ക് ആരെയാണ് കൊല്ലേണ്ടത്? ഏത് കൊട്ടാരമാണ് നിനക്ക് തകർക്കേണ്ടത്? മുത്തശ്ശി ഭയപ്പെട്ടില്ല. അവൾ ആ കുഞ്ഞു രൂപത്തെ വാത്സല്യത്തോടെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ മണ്ണിൽ വീണു. അവൾ പറഞ്ഞു, എനിക്ക് ആരെയും കൊല്ലണ്ട ചാത്ത. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. പക്ഷേ അത് ശത്രുക്കളെ തകർക്കാനല്ല. ചാത്തൻ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ തന്നെ വിളിച്ചുണർത്തിയവരൊക്കെ ചോദിച്ചത് ശത്രുക്കളുടെ തലയോ അല്ലെങ്കിൽ സമ്പത്തോ ആയിരുന്നു. ഈ വൃദ്ധ എന്താണ് ചോദിക്കാൻ പോകുന്നത്? ശങ്കരി മുത്തശ്ശി പറഞ്ഞു, കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടത് നിന്റെ ക്രൂരതയുടെ കഥകളാണ്. പക്ഷേ ഞാൻ കണ്ടത് നിന്റെ വിശപ്പാണ്. സ്നേഹം കിട്ടാത്തവന്റെ സങ്കടമാണ്. എനിക്ക് വേണ്ടത് നിന്റെ കൂട്ടു മാത്രമാണ്. എൻ്റെ ഈ ഗ്രാമം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ആളുകൾ പേടിച്ച് ജീവിക്കുകയാണ്. എനിക്ക് വേണ്ടത് നീ ഈ ഗ്രാമത്തിൻ്റെ കാവൽക്കാരനാകണമെന്നാണ്. ഭയത്തിനല്ല, സ്നേഹത്തിന് കാവൽ നിൽക്കുന്നവൻ. മുത്തശ്ശി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രവടി നിലത്തെ ആ വലിയ പാറയിൽ തല്ലിയൊടിച്ചു. ഇനി നീ ആരുടെയും അടിമയല്ല. നീ സ്വതന്ത്രനാണ്. എൻ്റെ കൂടെ വരുന്നുണ്ടോ? മന്ത്രവടി ഒടിഞ്ഞ നിമിഷം ചാത്തന്റെ ആ കറുത്ത രൂപം മാറാൻ തുടങ്ങി. അവന്റെ ശരീരത്തിലെ ശാപത്തിന്റെ കറുപ്പ് നീങ്ങി. പ്രകാശമുള്ള ഒരു യുവാവായി അവൻ മാറി. 500 വർഷത്തെ ശാപം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. ഭയമല്ല, സ്നേഹമാണ് തന്നെ മോചിപ്പിക്കുക എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ മുത്തശ്ശിയുടെ കാല് തൊട്ട് വന്ദിച്ചു. അന്നു മുതൽ ആ ഗ്രാമം മാറി തുടങ്ങി. വഴിതെറ്റിയ കുട്ടികൾക്ക് വഴികാട്ടിയായും വന്യമൃഗങ്ങളിൽ നിന്ന് ഗ്രാമത്തെ കാക്കുന്നവനായും അവൻ അവിടെ ജീവിച്ചു. ആളുകൾ അവനെ പഴയ ക്രൂരനായ ചാത്തനായല്ല, മറിച്ച് തങ്ങളുടെ കാവൽ ദൈവമായി കണ്ടു. കാലങ്ങൾക്ക് ശേഷം ശങ്കരി മുത്തശ്ശി സമാധാനത്തോടെ മരിച്ചു. പക്ഷേ ഇന്നും ആ ഗ്രാമത്തിലുള്ളവർ വിശ്വസിക്കുന്നു. കാടിന്റെ അതിരുകളിൽ മരങ്ങൾക്കിടയിൽ ആ ഒരു യുവാവ് ഇപ്പോഴുമുണ്ട്. അവൻ ആരെയും പേടിപ്പിക്കുന്നില്ല, പകരം കാവൽ നിൽക്കുകയാണ്.